ആദ്യത്തെ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അവനും കുടുംബത്തിനും പാർക്കാനുള്ള വീടായി ഈ ഭൂമി അവിടുന്ന് സൃഷ്ടിച്ചൊരുക്കി. വേണമെങ്കിൽ ഒരൊറ്റ നിമിഷം കൊണ്ട് ഈ ഒരുക്കം ദൈവത്തിന് ചെയ്യാം. അപ്പോൾ നാം പറയും അത്ഭുതകരമെന്ന്. എന്നാൽ ഭൂമിയെ വൃക്ഷലതാദികൾ കൊണ്ടും പക്ഷി മൃഗാദികളെ കൊണ്ടും അലങ്കരിക്കാൻ കോടിക്കണക്കിന് വർഷങ്ങൾ, അനേകം യുഗങ്ങൾ ദൈവം എടുത്തുവെന്നാണ് ശാസ്ത്രം പറയുന്നത്. ഇക്കാര്യം പഠിച്ചറിയുന്ന ശാസ്ത്രജ്ഞന്മാർ അത്ഭുതകരമായ സംവിധാനമാണതെന്ന് പ്രസ്താവിക്കുന്നു. പക്ഷേ അനേകം യുഗങ്ങൾ കൊണ്ട് നടന്ന ഈ ലോകസൃഷ്ടിയും സംവിധാനവും സൃഷ്ടിയുടെ പുസ്തകത്തിലെ 1-ാം അധ്യായം എഴുതിയ വിശുദ്ധകാരൻ 6 ദിവസങ്ങളിൽ ഒതുക്കിയിരിക്കുകയാണ്. ഉണ്ടാകട്ടെ എന്ന് ദൈവം പറയുന്നു. ആ കൽപ്പനയനുസരിച്ച് അതുവരെ ഇല്ലാതിരുന്ന പ്രപഞ്ചം ജന്മമെടുക്കുന്നു. മനുഷ്യനാണ് സൃഷ്ടിയുടെ മകുടം. ഇതാണ് സംഭവകഥയുടെ സംഗ്രഹം. ഈ മഹാസംഭവം 6 ഘട്ടങ്ങളായി വിഭജിച്ച് വർണ്ണിക്കുകയാണ് വിശുദ്ധ ഗ്രന്ഥകാരൻ. അതാണ് 6 ദിവസങ്ങൾ. സൂര്യനില്ലാത്ത ആദ്യത്തെ ദിവസം തന്നെ വെളിച്ചം പ്രത്യക്ഷപ്പെട്ടു. 2-ാം ദിവസം അന്തരീക്ഷമുണ്ടായി. ഭൂമിയുടെ ശൈശവത്തിൽ അതിനെ പൊതിഞ്ഞ് കനത്ത മേഘപടലങ്ങളുണ്ടായിരുന്നു. അന്നത്തെ മഴയോ, അതാണ് തീരാ മാരി. കടുകട്ടിയായ മഴ. വളരെ സംവത്സരം നീണ്ടു നിന്ന ആ മഴയിൽ കുളിച്ചാണ് ഭൂമിയുടെ ഉപരിതലം ഒരു പദമായി തീർന്നത്. തുടർച്ചയായി പെരുമഴയ്ക്ക് പശ്ചാത്തലമായി അന്തരീക്ഷം വർദ്ധിച്ചു. 3-ാം ദിവസമായപ്പോൾ കടലും കരയും വേർപിരിയുകയായി. സൃഷ്ടാവിൻ്റെ ഔന്നത്യം പ്രകീർത്തിക്കുന്ന പർവ്വത ശ്രേണികളും സർവശക്തൻ്റെ വിശാലതയെ പെരുമ്പറ കൊട്ടി വിളിച്ചറിയിക്കുന്ന പരപ്പേറിയ കടലുകളും അവയ്ക്കായി നിശ്ചയിച്ച സ്ഥാനങ്ങളിൽ നിലയുറപ്പിച്ചു. പക്ഷേ അവയുടെ ഭംഗി കണ്ട് അന്തിച്ചു നിൽക്കുവാൻ കണ്ണും ചിന്താശക്തിയുമുള്ളൊരു മനുഷ്യൻ ഭൂമിയിലെങ്ങുമില്ല. അവന് കാലുകുത്താൻ പച്ചപ്പുല്ലുകൾ കൊണ്ടുള്ള പരവതാനി ഉണ്ടായിട്ടില്ല. അടുത്തതായി ദൈവം നിശ്ചയിച്ച പരിപാടി അനുസരിച്ച് സസ്യവർഗം പണിക്കിറങ്ങി. ദൈവം അരുളി ചെയ്തു, അതതിൻ്റെ തരം വിത്ത് വിതയ്ക്കുന്ന പച്ചപ്പുല്ലും വിത്തുകളോടുകൂടിയ ഫലം തരുന്ന വൃക്ഷങ്ങളും ഭൂമിയിൽ ഉണ്ടാകട്ടെ. അപ്രകാരം സംഭവിക്കുകയും ചെയ്തു. ജലാശയങ്ങളുടെ അരികുകളിലെ ചെറിയ പുല്ലുവർഗ്ഗങ്ങളാണ് ആദ്യം തലപൊക്കിയത്. ക്രമേണ അവ പല ദിക്കിലേക്കും പടർന്നു പിടിച്ചു. ചില തരങ്ങൾ വളർന്ന് വലിയ വൃക്ഷങ്ങളായി. 3-ാം ദിവസത്തെ പരിപാടി അങ്ങനെ കഴിഞ്ഞു. 4-ാം ദിവസമാണ് നീലമേക്കട്ടിയുടെ കീഴിലുള്ള സൂര്യചന്ദ്ര നക്ഷത്രാദികൾ പ്രത്യക്ഷപ്പെടുന്നത്. പക്ഷേ മിന്നിത്തിളങ്ങുന്ന നക്ഷത്രരത്നങ്ങളെ കാണാനും കാർമേഘത്തിനിടയിൽ ഒളിക്കുവാൻ പോകുന്ന അമ്പിളിയമ്മാവനെ മാടി വിളിക്കാനും ഒരു കുഞ്ഞിക്കൈ ഇതുവരെ ഉലകത്തിലില്ല. അതിനിനിയും യുഗങ്ങൾ കഴിയണം. 5-ാം ദിവസം മൃഗലോകത്തിൻ്റെ സൃഷ്ടി തുടങ്ങി. ആദ്യം വന്നവർ പുല്ല് തിന്ന് ജീവിച്ചു. പുറകെ വന്നവർ ആദ്യം വന്നവരെ തിന്നു തുടങ്ങി. പരിവർത്തനം പലത് കഴിഞ്ഞു. മത്സ്യങ്ങളും പക്ഷികളും മൃഗങ്ങളും അനേകം വർഗങ്ങളായി തിരിഞ്ഞ് ഭൂമിയുടെ ഉപരിതലം സജീവമാക്കി. എത്ര തരം പാട്ടുകൾ, ഏതെല്ലാം തരം കുരവുകളും കുമ്പുവിളികളും. ശരി, ഇതാ